ഇയാൾ എന്ത് കോപ്രായം കാണിച്ചാലും വൈറലാവും. പിന്നെ വന്നിട്ട് മാപ്പ് പറയുക, പിന്നെ വന്നിട്ട് ഇങ്ങനെ. അതാണ് ഇയാളുടെ മോട്ടീവ്. ഇയാളുടെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാല് ചർച്ചാ വിഷയമാവുക. അല്ലാതെ ഇയാൾക്ക് ജാതിയില് മറ്റേ കോപ്പോ ഒന്നുമില്ല. ഇയാൾക്ക് മറ്റേ ഇൻസെക്യൂരിറ്റി ഉണ്ട് എന്നൊക്കെയാണ് ഈ സീക്രട്ട് ഏജന്റ് ഒക്കെ പറയുന്നത്. പുള്ളിയൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഇയാള് പാവം, ഇയാളെ പണ്ട് കുറെ കളിയാക്കി കളിയാക്കി ഇയാൾക്ക് ആകെ ഒരു ട്രോമയുണ്ട് മനസ്സിൽ. വിനായകൻ എന്ന് പറയുന്ന ആക്ടർ, ഞാൻ 2-3 വീഡിയോ പുള്ളിയെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്റെ ഒരിതിൽ വൈറലാണ്. വൈറൽ എന്ന് പറയുമ്പോൾ 10,000-15,000 വ്യൂ ഒക്കെ പോയി. എനിക്ക് അത്രയും മൈലേജ് കിട്ടണമെങ്കിൽ വിനായകന്റെ മൈലേജ് എന്താണ്? ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ആലോചിക്കാറുണ്ട്. പിന്നെ ഈ പയ്യൻ മണവാളൻ എന്ന് പറയുന്ന യൂട്യൂബർ, ലുക്കൗട്ട് നോട്ടീസൊക്കെ പോലീസ് റിലീസ് ചെയ്ത്, അങ്ങനെ ഷാഡോ പോലീസ് ഇങ്ങനെ അവര് ഇവനെ ട്രാപ്പ് ചെയ്ത് അത് കൊഞ്ഞനം കുത്തി കാണിക്കുക അവിടെ വന്നിട്ട് എന്നൊക്കെ പറഞ്ഞോണ്ട്. അവൻ്റെ ആക്ഷനൊക്കെ കണ്ടോണേ, എന്ത് ആകെ ജന്മമൊക്കെയാണെന്ന്. അയ്യോ മോന്ത കണ്ടില്ലേ? ഇപ്പോൾ പറയും ബോഡി ഷേമിങ് ആണ്, നീ ആരാടാ, നിന്റെ മോന്തയെക്കാട്ടിലും കൊള്ളാടാ, ആനയാടാ, അണ്ടിയാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ എണ്ണം വരും. എന്താ പാടെ, ബോധമില്ലേ നിനക്കൊന്നും? വിനായകനും അത് തന്നെയാണ്. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവനെന്താ ഈ വിനായകനും ഇതിനെക്കുറിച്ച് കണക്ട് ചെയ്ത് പറയുന്നത്. ഞാൻ കണക്ട് ചെയ്ത് പറയുന്നത് രണ്ടും സെലിബ്രിറ്റിയാണ്. വിനായകൻ ഒരു 6 അടി ഉയരത്തിലുള്ള സെലിബ്രിറ്റി, ഈ പയ്യൻ ഒരടി ഉയരത്തിലുള്ള ഒരു സെലിബ്രിറ്റി. എന്ത് ജന്മങ്ങളൊക്കെയാണ്. തുണി പൊക്കി കാണിക്കുക, എന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറയാ നിന്റെ അമ്മ മോനെ, ആ മോനെ, ഈ മോനെ, ഫണ്ണി. ഇതാണ് ഫണ്ണി അമ്മ. മനുഷ്യനായാല് കുറച്ചൊക്കെ ബോധം വേണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ഇതൊക്കെ ബോധം കൂടിപ്പോയിട്ടാ. ഇയാളുടെ പണ്ടത്തെ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം സീക്രട്ട് ഏജന്റ് എടുത്തു വെച്ച് പറയുന്നുണ്ടായിരുന്നു. അതിനകത്ത് സീക്രട്ട് ഏജന്റ് പറയുന്നതെന്ന് പറഞ്ഞാല് സാധാരണമായിട്ട് വിനായകൻ പറഞ്ഞത് തന്നെ പുള്ളി റിപ്പീറ്റ് ചെയ്യാണ്. പക്ഷെ എനിക്കത് അങ്ങനെ തോന്നുന്നില്ല. എനിക്ക് സീക്രട്ട് ഏജന്റ് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല, വിനായകൻ പറഞ്ഞതിനോട് യോജിപ്പില്ല. കാരണം വിനായകൻ അഭിനയിക്കുകയാണ് അവിടെ. വിനായകൻ പറയുന്നത് ഇപ്പൊ ഈ മാപ്പ് പറഞ്ഞിരിക്കുന്നതും അതുപോലെയാണ്. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ചില സാഹചര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതിന്റെ അവസാനം ചർച്ചകൾ തുടരട്ടെ. അതായത് അതാണ് ഇയാളുടെ മോട്ടീവ്. ഇയാളുടെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞാല് ചർച്ചാ വിഷയമാവുക. അല്ലാതെ ഇയാൾക്ക് ജാതിയില് മറ്റേ കോപ്പോ ഒന്നുമില്ല. ഇയാൾക്ക് മറ്റേ ഇൻസെക്യൂരിറ്റി ഉണ്ട് എന്നൊക്കെയാണ് ഈ സീക്രട്ട് ഏജന്റ് ഒക്കെ പറയുന്നത്. പുള്ളിയൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. സാധാരണ ആൾക്കാർ കാണുമ്പോൾ മനസ്സിലാവുന്നത് അങ്ങനെയൊക്കെയാണ്. ഇയാള് പാവം, ഇയാളെ പണ്ട് കുറെ കളിയാക്കി ഇയാൾക്ക് ആകെ ഒരു ട്രോമയുണ്ട് മനസ്സിൽ. ഒരു കോപ്പുമില്ല ഇയാൾക്ക് എല്ലാം വ്യക്തമായിട്ട് അറിയാം. ഇയാൾക്കറിയാം ഇയാൾ എന്ത് കോപ്രായം വേണേൽ കാണിച്ചാൽ അത് വൈറലാവും. ഇയാൾ എന്ത് കോപ്രായം കാണിച്ചാലും വൈറലാവും. പിന്നെ വന്നിട്ട് മാപ്പ് പറയുക, പിന്നെ വന്നിട്ട് ഇങ്ങനെ എനിക്ക് അറിഞ്ഞില്ല, കേട്ടില്ല, കണ്ടില്ല എന്നൊക്കെ പണ്ട് പറയുമല്ലോ എന്നുള്ള ആ ഒരു പരിപാടിയാ പുള്ളിക്ക്. ഒരു പേടിയും ഈ ജാതിയെ കുറിച്ചോ അതിനെക്കുറിച്ച് ഇൻസെക്യൂരിറ്റിയോ കറുത്തതാണെന്നോ വെളുത്തതാണെന്നോ അതൊന്നും പുള്ളിക്കില്ല. പുള്ളിക്ക് എല്ലാം വ്യക്തമായിട്ട് അറിയാം. നമുക്ക് വ്യക്തതയുള്ള പോലെ നമ്മളെക്കാട്ടിലും കൂടുതൽ വ്യക്തതയുള്ള ആളാണ് വിനായകൻ. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ അയാളിങ്ങനെ പാവമാണ് അല്ലെങ്കിൽ കള്ളു കുടിച്ചിട്ട് പറയുന്നതാണ്. കള്ള് ഇത് പറയാൻ വേണ്ടി കുടിക്കുന്നതാണ്. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഈ കോപ്രായൊക്കെ കാണിച്ച്, കാരണം ഇങ്ങനെ മറ്റേ TRP എന്നൊക്കെ പറയുന്ന പോലെ ഇവരുടെ ഗ്രാഫ് ഇങ്ങനെ ഒന്ന് കുറയും. അപ്പൊ കുറയുമ്പോ അത് കൂട്ടാൻ എന്താ ചെയ്യുക? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ഗിമിക്കുകൾ കാണിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കോപ്രായം കാണിക്കുക, ഓരോ ആരെങ്കിലുമൊക്കെ കളിയാക്കുക, ആരെങ്കിലുമൊക്കെ ഇത് ചെയ്യുക, മോക്ക് ചെയ്യുക, മറ്റേ എയർപോർട്ടിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുക. കാരണം അതൊക്കെ പിന്നെ അവർക്ക് എയർപോർട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അവർ ഈ പ്രശ്നത്തിന് പോട്ടെന്ന് വിടും. ആ സമയത്തിൽ ഇത് വലിയൊരു ഇഷ്യൂ ആവും. കാരണം എയർപോർട്ടിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതങ്ങനെയാണ്. എയർപോർട്ട് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ സംഭവമാണ്. ഇന്ത്യയിലുള്ള എയർപോർട്ട്സ് ഒക്കെ മാനേജ് ചെയ്യുന്നത് ഒരു പ്രത്യേകതരം ഒരു സെക്യൂരിറ്റി ഫോഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു കാര്യം മതി. നിങ്ങൾ എയർപോർട്ടിൽ പോയിട്ട് ചുമ്മാ ഇങ്ങനെ ഒരു കത്തി എടുത്തു കഴിഞ്ഞാൽ അത് വൈറലാവും. എന്ന് പറഞ്ഞാൽ ഞാൻ കത്തി എടുക്കാൻ പറയല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾ റോഡിൽ ഒരു കത്തി എടുക്കുന്നതിനും എയർപോർട്ടിന്റെ അവിടെ പോയിട്ട് ഒരു കത്തി എടുക്കുന്നതിനും വ്യത്യാസമുണ്ട്. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇയാള് ഈ ഒരു സംഭവത്തിനെ യൂസ് ചെയ്തിട്ട് ഒരു പ്രൊമോഷൻ പരിപാടിയാണ് ഇയാൾക്ക്.
അതാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. അല്ലാതെ ഇയാൾ പൊട്ടനോ ഇയാൾ കള്ളു കുടിച്ചിട്ട് പറയുന്നോ, അങ്ങനെയാണെങ്കിൽ സിനിമാ ഫീൽഡിൽ നിന്ന് ഇയാളെ പുറത്താക്കും. ഇയാൾക്ക് ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഒരുപാട് സ്ഥലത്ത് ഓടക്കൊണ്ടായി ഓരോ തന്തല്ലഴിയൊക്കെ വിളിച്ച് പറഞ്ഞു തന്നെയല്ലോ ഇതിനു മുമ്പേ. സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരെയൊക്കെ വല്ലതൊക്കെ പറഞ്ഞ് അവിടെ ഇവിടെയൊക്കെ ഓടക്കൊണ്ടായി. സിനിമാ ഫീൽഡിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആരുമായിട്ടൊക്കെ കണക്റ്റഡ് ആണെന്നൊന്നും നമുക്കറിയില്ല. നമ്മളൊരു എൻട്രി ലെവലിൽ അല്ലെങ്കിൽ ഒരു 10 വർഷം നിന്ന ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ പോലും ആരൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്, ലാലേട്ടന് ആരെയൊക്കെ അറിയാം, ലാലേട്ടനെ ആർക്കൊക്കെ അറിയാം എന്നുള്ള ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഇടവേള ബാബു, അല്ലെങ്കിൽ മരിച്ചുപോയി പുള്ളി ഇന്നസെന്റ് സാറ്, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയൊക്കെ കണക്റ്റഡ് ആണ് എന്നുള്ളത് സിനിമയിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് പോലും ഉള്ള കണക്ഷൻസ് കുറെ കാലമായിട്ടുള്ളവർക്ക് പോലും അറിയില്ല. അതുകൊണ്ട് അവർ ഭയങ്കര കോഷ്യസ് ആയിരിക്കും. അവർ ഭയങ്കര ഇങ്ങനെ ഒരു 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 ബാക്കിൽ നിന്ന് ഇങ്ങനെ വാച്ച് ചെയ്തിട്ടേ അവർ ജമ്പ് ചെയ്യത്തുള്ളൂ. ജമ്പ് ചെയ്യുന്ന ആൾക്കാരാണ്, അത് ഉടനെ ജമ്പ് ചെയ്യത്തില്ല. ഈ മണവാളന്റെ കേസ് എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ സിമിലർ ഒരു പരിപാടിയാണ്. പക്ഷെ റീച്ച് കിട്ടുമല്ലോ. അവിടെ നിന്നിട്ട് എന്ത് മണ്ടത്തരൊക്കെയാണ് കാണിക്കുന്നത് പോലീസുകാരുടെ മുന്നിൽ ഇങ്ങനെ. ഭയങ്കര രസമാണെന്ന വിചാരം, ഭയങ്കര സംഭവമാണ് പുള്ളി. ഇപ്പൊ പുള്ളിക്ക് സപ്പോർട്ടായിട്ട് കുറെ ആൾക്കാർ വന്ന് എന്നെയൊക്കെ തെറി വിളിക്കും. എന്റെ വീഡിയോയ്ക്ക് റീച്ച് ഇല്ലെങ്കിൽ പോലും തെറിക്കൊന്നും ഒരു വഞ്ചവും ഇല്ല. അത് കുറെ തെറികളൊക്കെ മറ്റേ യൂട്യൂബ് തന്നെ മാറ്റിക്കളയും. പിന്നെ കുറെയൊക്കെ ഇങ്ങനെ യൂട്യൂബിന് മനസ്സിലാവാത്തുള്ള അങ്ങനത്തെ വേർഡുകളൊക്കെ ഇടുമ്പോൾ, ഇങ്ങനെ സാധാരണയായിട്ടൊക്കെ ഇടുമ്പോൾ, ഇങ്ങനെ ഗ്യാപ്പ് വിട്ടൊക്കെ ഇടുമ്പോൾ അവിടെ കിടക്കും. എന്ത് ജന്മങ്ങളൊക്കെയാണ്. സെലിബ്രിറ്റി ആവാനായിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ട്. സെലിബ്രിറ്റി ആയതുകൊണ്ട് അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് ഞാൻ ഈ പറഞ്ഞ വിനായകന്റെ കാര്യം. അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ലൈം ലൈറ്റിൽ നിൽക്കണമല്ലോ, എപ്പോഴും ഇങ്ങനെ ഒരു കുപ്രസിദ്ധി എന്ന് പറയുന്ന പോലെ. എനിക്ക് ഇതൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ടോക്ക് ആവുമല്ലോ. എനിക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് അസൂയ ഭയങ്കര കൂടുതലാണ്. അതായത് ഇയാൾക്ക് സ്വയം പറയാണ് എനിക്കിതൊക്കെ കൊണ്ട്, എനിക്ക് ഇങ്ങനത്തെ തെറ്റായിട്ടുള്ള ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ല ഇയാൾക്ക്. ഇയാൾ ചുമ്മാ പറയുന്നതാണ്. ഇയാൾക്ക് ഒറ്റ മോട്ടീവേ ഉള്ളൂ. ഇയാളുടെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ മറ്റേ TRP, അതായത് മറ്റേ ഇയാളുടെ റേറ്റിംഗ്, ഇയാളുടെ ഗ്രാഫ് ഇങ്ങനെ കുറച്ച് ആ ലെവലിൽ തന്നെ നിൽക്കണം. ഒന്ന് താന്നു കഴിയുമ്പോൾ, താഴ്ന്നു എന്ന് ഇയാൾക്ക് തോന്നി കഴിയുമ്പോൾ, അതായത് ഒരു മാസം 2 മാസം ഗ്യാപ്പ് വിടും, അല്ലെങ്കിൽ ഒരു 3 മാസം 4 മാസം ഗ്യാപ്പ്. അപ്പോഴേക്ക് ഇയാൾക്ക് നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഒന്നും ചെയ്തില്ലല്ലോ, ഗോവയിൽ പോയി കള്ളു കുടിച്ചു, പെണ്ണു കുടിച്ചു ഒക്കെ ചെയ്തു, തിരിച്ചു വന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, നന്നായിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരു ബോട്ടിൽ സ്കോച്ചോ വോഡ്കയോ എന്ത് കോപ്പാണേലും പൊട്ടിച്ചിട്ട് കഴിക്കുക, ഫുഡ് കഴിക്കുക, പിന്നെ പുറത്തിറങ്ങുക, എന്നൊക്കെ പറയുന്ന പോലെ. മറ്റേ തമിഴ്നാട്ടിലൊക്കെ ഡേയ് എന്നൊക്കെ പറയും, അതുപോലെ. എന്താ ഇത് കാണുന്നവരൊക്കെ പൊട്ടന്മാരാണെന്നാണോ നിങ്ങളുടെ വിചാരം? നിങ്ങൾക്ക് അസൂയാണ്, നിങ്ങൾക്ക് ഭയങ്കര കോംപ്ലക്സ് ആണ്. നിങ്ങൾക്ക് ഒന്നുമില്ല, ഇതൊക്കെ നമുക്കറിയാം. എൻ്റെ ഒരു അഭിപ്രായം ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇനി വാച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം. ഇയാളുടെ ഒറ്റ പരിപാടിയേ ഉള്ളൂ ഇയാൾക്ക്, അതായത് പ്രസിദ്ധി എന്ന് പറയുന്ന ആ സംഭവം, അത് കുബുദ്ധിയിലൂടെ നേടിയെടുക്കുക. അതാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണവാളം പയ്യനും അതുപോലെ എന്തോ ചെയ്യാൻ ശ്രമിച്ച, പക്ഷെ അന്ന് എന്തോ കള്ളു കുടിച്ചിട്ട് അലമ്പായി. പോലീസുകാർ നല്ല പണി തരും. പോലീസുകാരുടെ മുന്നിൽ ഇങ്ങനെ, പോലീസുകാർ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പോലീസുകാർ ഇതുപോലത്തെ ഒരു ചെറിയ കേസിൽ പോലും അതുപോലെ ട്രേസ് ഔട്ട് ചെയ്ത് പിടിച്ച ആൾക്കാരാണ്. അപ്പോൾ എന്തൊരു കഴിവാണെന്ന് ആലോചിക്കണം. അതുപോലെ അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, അവർക്ക് അവരുടെ ഫാമിലി തന്നെ ചെല്ലാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്ക് സമയമില്ല. പോലീസിന് എന്താ ജോലി എന്നൊക്കെ ആൾക്കാർ പറയും. ചുമ്മാ ജോലിയാണ്, ചുമ്മാ. അതായത് നിന്ന് തിരിയാൻ സമയമില്ലെന്ന് പറയില്ലേ. പണ്ട് കാണാതായ പെൺകുട്ടി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അതിനകത്ത് തിലകൻ സാറ് വന്ന സമയമൊക്കെയാണ് അത്. തിലകൻ സാർ ഒരു കോൺസ്റ്റബിളാ. നമ്മുടെ ഭരത് ഗോപിയും പിന്നെ ആരാ, ഷീലയോ ആരാ അത് നടി, എനിക്ക് ജയഭാരതിയാന്ന് തോന്നുന്നു അല്ലേ, എനിക്ക് ഓർമ്മയില്ല അത് കറക്റ്റ്. പക്ഷെ ഭരത് ഗോപി സാറിനെ ഓർമ്മയുണ്ട്. പുള്ളിയുടെ മോളാണ് കാണാതെ വന്ന, അമ്മയാണ് കൊല്ലുന്നത്. അത് അവസാനം ക്ലൈമാക്സിൽ. അപ്പം അതില് SP വരുന്ന ഒരു SP ഇല്ല, DYSP അല്ല, സർക്കിൾ വരുന്ന ഒരു സീനുണ്ട്. പുള്ളി ജീപ്പിൽ വരുമ്പോ, എടോ അവിടേക്ക് PC-മാരെ വിട്ടോ? രാവിലെ വിട്ടു സാർ. നന്നായി. മന്ത്രി പരിപാടി റദ്ദാക്കിയതൊന്നും അറിഞ്ഞില്ലേ? ഇല്ല സാർ, പത്രം വായിക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലേ, ശീലമൊന്നും ഇല്ലല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ചീത്ത പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പോകും. അത് കഴിയുമ്പോൾ തിലകൻ സാർ പറയും, പത്രം വായിക്കുന്നില്ലെന്ന്. ഒരു സിഗരറ്റ് മുഴുവൻ വലിക്കാൻ സമയം കിട്ടാറില്ല. അത് ഈ അടുത്ത് വേറെ ഏതോ ഒരു സിനിമയില് കുറച്ച് കൂതറയാക്കി
തൂറാൻ സമയം കിട്ടുന്നില്ല. അപ്പോഴാണ് അമ്മാതിരി ഒരു ജീവിതമാണ് പോലീസുകാരെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ്. ആ അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരാളെയൊക്കെ പിടിക്കുമ്പോ ഇത് വേറെ സോണിലുള്ളതാ. ഇതിങ്ങനെ നവരസം കാണിക്കാന്നൊക്കെ പറഞ്ഞ മറ്റേ അല്ല പട്ടിയല്ലോ, പശു ചാണകം ഇടുന്ന എക്സ്പ്രഷൻ ആണല്ലോ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പോലീസുകാർ തല്ലത്തൊന്നും ഇല്ല. പക്ഷെ ഇത് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ അവനെ കൈവെക്കും. എന്ത് ജന്മങ്ങളൊക്കെയാണ്. വിനായകനോ അതുപോലെ ഈ ചെക്കൻ ഇങ്ങനെ. ഇതുപോലെ ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇതുപോലത്തെ നമ്മുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് പിടിച്ചെടുക്കാനുള്ള ശ്രമവും പിന്നെ സെലിബ്രിറ്റി ആയിക്കഴിഞ്ഞാൽ അത് കീപ്പ് ചെയ്യാനുള്ള ശ്രമവും ഇങ്ങനെ കുറെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് നന്നായി കൂടെ.